നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ചെറിയ വീഡിയോ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് എനിക്ക് ഈ ചെറിയ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത് കർത്താവായ യേശു തിമയോസിൻ്റെ പുത്രനായ ബർത്തമയോസിന് കാഴ്ച നൽകുന്നതിനെക്കുറിച്ചുള്ള തിരുവചനങ്ങളാണ്. അതെങ്ങനെയാണ്? ഒരു ദിവസം യേശുവും ശിഷ്യന്മാരും ജെറിക്കോയിൽ വന്ന് ജെറിക്കോ വിട്ട് കടന്നു പോവുകയായിരുന്നു. അപ്പോൾ തിമയോസിൻ്റെ പുത്രനായ ബർത്തമയോസ് എന്നു പേരുള്ള ഒരു അന്ധയാചകൻ വഴിയരികിൽ ഭിക്ഷ യാചിച്ചുകൊണ്ട് ഇരുന്നിരുന്നു. നസ്രായനായ യേശുവാണ് ആ വഴിയെ കടന്നു വരുന്നത് എന്നറിഞ്ഞപ്പോൾ അവൻ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ടിരുന്നു, ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ എന്ന് അവൻ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ടിരുന്നു. പലരും അവനെ ശകാരിച്ചു മിണ്ടാതിരിക്കുവാൻ പറഞ്ഞു. എങ്കിലും അവൻ കൂടുതൽ ഉച്ചത്തിൽ ദാവീദിന്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ എന്ന് നിലവിളിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. യേശു ശിഷ്യന്മാരും അവൻ്റെ അടുത്തെത്തിയപ്പോൾ ശിഷ്യന്മാരിൽ ചിലരെ അവനെ വിളിക്കുവാനായി പറഞ്ഞയച്ചു. ശിഷ്യന്മാരിൽ ചിലർ അവൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, ഇതാ നിന്നെ യേശു വിളിക്കുന്നു. അപ്പോൾ ആ അന്ധയാചകൻ വലിയ സന്തോഷത്തോടു കൂടി പുറംകുപ്പായം വലിച്ചെറിഞ്ഞ് കുതിച്ചു ചാടി യേശുവിൻ്റെ മുമ്പിലെത്തി. യേശു അവനോട് ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ആ അന്ധയാചകൻ യേശുവിനോട് പറഞ്ഞു, കർത്താവേ, എനിക്കെൻ്റെ കാഴ്ച തിരിച്ചു കിട്ടണം. യേശു പറഞ്ഞു, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിനക്ക് കാഴ്ച കിട്ടട്ടെ. ഉടനെ അവന് കാഴ്ച ലഭിച്ചു. അവനും യേശുവിനെ അനുഗമിച്ചു. ഇതൊക്കെയാണ് തിരുവചനങ്ങൾ.